ആസ് എ അർജൻറ്റീന ഹേറ്റർ, അർജൻറ്റീന വേഴ്സസ് ഓസ്ട്രിയ മാച്ച് കണ്ട സമയത്ത് ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. കാരണം മെസ്സി 2 ഗോൾ സ്കോർ ചെയ്തു, 3 ഗോൾ സ്കോർ ചെയ്തു, അത് കഴിഞ്ഞ് 2 ഗോൾ സ്കോർ ചെയ്തു. അതായത് ആദ്യത്തെ മാച്ചിൽ അൾജീരിയക്കെതിരെ 3 ഗോൾ സ്കോർ ചെയ്തു, ഇപ്പോൾ ഓസ്ട്രിയക്കെതിരെ 2 ഗോൾ സ്കോർ ചെയ്തു. ടോട്ടൽ 5 ഗോൾ. അങ്ങനെ ഒരു തോമസ് മുള്ളറിൻ്റെ മറ്റേ ക്ലോസിൻ്റെ, ജർമ്മനിയുടെ ക്ലോസിൻ്റെ ഓൾ ടൈം വേൾഡ് കപ്പ് ടോപ്പ് സ്കോറർ എന്നുള്ള ഒരു സാധനം പോയി. അത് മെസ്സി അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട്. 18 ഗോളായി. മറ്റേ പുള്ളിക്ക് 16 ഗോളായിരുന്നു. കഴിഞ്ഞ മാച്ച് വരെ ഈക്വലൈസ് ചെയ്തിരിക്കുകയായിരുന്നു. ഈ മാച്ചിൽ അത് ഓവർകം ചെയ്തു. 2 ഗോൾ ലീഡുമായി ഇപ്പോൾ. ഓക്കെ, എനിക്ക് ഓസ്ട്രിയൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇവന്മാർ മിഡിൽ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് കളിക്കുന്നുണ്ട്. ഓസ്ട്രിയ നമ്മൾ പ്രതീക്ഷ പോലെയല്ല, പ്രതീക്ഷയിലും കൂടുതൽ കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇവന്മാർക്ക് ഫിനിഷ് ചെയ്യാൻ അറിയില്ല. അറ്റാക്കിംഗ് തേർഡിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ലിറ്ററലി അറിയില്ല. ഓക്കെ, ചിലപ്പോൾ പൊസഷനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചെടുത്ത് നോക്കിയാൽ മതി. ഓസ്ട്രിയക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൊസഷൻ ഉണ്ട്. പക്ഷെ ഇവന്മാർക്ക് ഷോട്ട് എടുക്കാൻ അറിയില്ല. എമി മാർട്ടിനസ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടൊരു നല്ല ചലഞ്ച് മേടിച്ചത് സെക്കൻഡ് ഹാഫിൽ സാബിച്ചറിൻ്റെ ഒരു ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു. അതിലാണ് എമി മാർട്ടിനസും മര്യാദയ്ക്ക് ഒരു ചലഞ്ച് മാർട്ടിനസിന് വന്നത്. അതുവരെ മാർട്ടിനസ് ബോൾ വരുന്നുണ്ട്, പക്ഷേ റൊമേറോയും പിന്നെ അതുപോലെ തന്നെ മാർട്ടീനസും, മറ്റേ മാഞ്ചസ്റ്ററിൻ്റെ ബാക്ക് മാർട്ടീനസ്, പുള്ളിയും സാധനം എടുത്ത് കളയും. അല്ലെങ്കിൽ ഒന്നല്ല ഈ മദീന അല്ലെങ്കിൽ ആ റൈറ്റ് ബാക്ക് ആരെങ്കിലുമൊക്കെ ഒരാളായിട്ട് അതെടുത്ത് കളയും. അത്രയേ ഉള്ളായിരുന്നു അർജൻറ്റീനക്കത്. അർജൻറ്റീന കയ്യിൽ പൊസിഷനില്ല, മിഡിൽ ഫുള്ള് കൺട്രോൾ ഓസ്ട്രിയ ആയിരുന്നു. മിഡ് കൺട്രോളിൻ്റെ കാര്യമില്ലടി. ഓക്കെ, മെസ്സിൻ്റെ ഭാഗത്ത് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മിസ് പാസുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഓസ്ട്രിയക്ക് അങ്ങനെ തന്നെ കുറേ ചാൻസ് കിട്ടിയിട്ടുണ്ട്. മെസ്സിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമൊന്നും അല്ല കേട്ടോ. ലൗത്താറോ മാർട്ടിനസിൻ്റെ കയ്യിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയ മിസ് പാസുകളൊക്കെ വന്നിട്ടുണ്ട്. അർജൻറ്റീന എന്ന് പറയുന്നത് ഒരു ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആണെന്നുണ്ടെങ്കിലും പെർഫോമൻസ് വൈസ് നോക്കുന്ന സമയത്ത് നല്ല ലൂപ്പ് ഹോൾസ് ഉണ്ട് അർജൻറ്റീനക്ക്. പക്ഷെ അതൊന്നും യൂസ് ചെയ്യാൻ ഓസ്ട്രിയക്ക് പറ്റിയില്ല. ഇവന്മാർക്ക് സത്യം പറഞ്ഞാൽ മാനം മര്യാദയ്ക്ക് ഒരു ഫിനിഷിങ് കണ്ടെത്താൻ പറ്റിയില്ല. ഒരു ഗോളിന് ഡൗൺ ആയി നിൽക്കുമായിരുന്നു. അതായത് ഇവന്മാർ കളി തുടങ്ങിയിട്ട് ആദ്യം തന്നെ ഇവന്മാരൊരു പെനാൽറ്റി വഴങ്ങി. അതായത് ലൗത്തറോ മാർട്ടിനസിനെ 2 പേര് കൂടി ഡിഫെൻഡ് ചെയ്ത സമയത്ത് ഒരാൾ ബോളിനും ഒരാൾ കാലിനുമാണ് ഇടിച്ചിട്ടുള്ളത്. പെനാൽറ്റി തന്നെയാണ്, അല്ലാന്നല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ അത് പെനാൽറ്റി കിട്ടി. റെഫറി കുറേ നേരമൊക്കെ നിന്ന് വാറൊക്കെ ചെക്ക് ചെയ്ത അവസാനം അവർ പെനാൽറ്റി കൊടുത്തു. പെനാൽറ്റി കൊടുത്ത സമയത്ത് മെസ്സിയാണ് വന്നെടുക്കുന്നത്. നമ്മളെല്ലാവരും വിചാരിച്ചെന്താണോ മെസ്സി ഈസി ആയിട്ട് ഗോൾ സ്കോർ ചെയ്തു. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണ്. ഷെസ്നിക്കെതിരെയുള്ള ഒരു പെനാൽറ്റി മാത്രമാണ് മിസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടൊന്നും മിസ് ചെയ്തിട്ടില്ല. നെയ്മർ ആ ഒരു പെനാൽറ്റി ടെക്നിക്ക് മെസ്സിക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ളൊരു കാര്യം നെയ്മർ എന്നെ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ ആ ഒരു പെനാൽറ്റി ടെക്നിക്കോട് കൂടി മെസ്സി അടിക്കുന്ന സമയത്ത് മെസ്സി ആ ഒരു ഗോൾ സ്കോറിങ് എബിലിറ്റി ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പെനാൽറ്റി സ്കോർ ചെയ്യും. മെസ്സി ആ ഒരു സെയിം ടെക്നിക്ക് തന്നെ യൂസ് ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് പുറത്തോട്ട് പോയി. അപ്പോൾ ഓസ്ട്രിയക്ക് അതൊരു സെക്കൻഡ് ബ്രെത്തായി കിട്ടിയിട്ടുണ്ട്. അത് ഓക്കെ, അവന്മാർക്ക് അത് സെക്കൻഡ് ബ്രെത്തായിട്ട് കിട്ടി. പക്ഷെ അവന്മാർ സ്റ്റിൽ ആ ഒരു കളി തന്നെ കളിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് മനസ്സിലാവുന്നില്ല. അറ്റാക്കിംഗ് തരില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഗോൾ വേണ്ടേ? സീരിയസ് ഗോൾ വേണ്ടേ? അർജൻറ്റീന കളിക്കുന്നതെന്ന് വെച്ചാൽ അർജൻറ്റീനയിൽ വലിയ പൊസിഷനൊന്നുമില്ല. കംപ്ലീറ്റ്ലി ഫോക്കസിങ് ഓൺ മെസ്സി. ഓക്കെ, അൽമാഡയും ലൗത്തറോ മാർട്ടിനസും ഉണ്ട്, പക്ഷേ മെസ്സിയിലോട്ടാണ് കംപ്ലീറ്റ് ഫോക്കസ്. മെസ്സി നമുക്കറിയാം ആസ് യൂഷ്വൽ എങ്ങനെയാണോ മാച്ച് ഒന്ന് വിഷൻ ചെയ്യുന്നത് അതിനനുസരിച്ച് മാച്ചിലൊന്ന് പ്രോപ്പറായിട്ട് പൊസിഷൻ ചെയ്യും, എവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മെസ്സി അതിനനുസരിച്ച് കളിക്കും. അപ്പോൾ ആ ഒരു ഫ്ലുവൻസിയിൽ മെസ്സി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. മെസ്സി അതിൻ്റേതായ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ചാൻസസ്. അതായത് അർജൻറ്റീനക്ക് വല്ലപ്പോഴൊക്കെ ബോൾ കിട്ടുള്ളൂ. അങ്ങനെയൊന്നും അല്ലട്ടോ, ഒരു 56-40 അങ്ങനത്തെ 54-46 ആ ഒരു റേഞ്ചിലൊക്കെയാണ് പൊസിഷൻ ഉള്ളത്. അതിനൊക്കെ പൊസിഷൻ ഇല്ല എന്നല്ല പറയുന്നത്. ബട്ട് എന്താ പറയുക, ഒരു അർജൻറ്റീനയുടെ കളി വരുന്ന സമയത്ത് അവർ ഡിഫെൻഡിങ്ങിലും അടിപൊളിയാണ്, ഫൈനൽ തേർഡിലും അടിപൊളിയാണ്. ഓസ്ട്രിയ ആണെന്നുണ്ടെങ്കിൽ മിഡിൽ അടിപൊളിയാണ്. പക്ഷെ കാര്യമില്ല, മിഡിൽ ബോൾ കൺട്രോൾ ചെയ്തിട്ട് മിഡ് ബ്ലോക്ക് കൺട്രോൾ ചെയ്തിട്ട് എന്താ കാര്യം? നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അവിടെ ഫൈനൽ തേർഡിന് അതിനനുസരിച്ചുള്ള ചാൻസസ് ക്രിയേറ്റ് ചെയ്യണം. ഒരു എമി മാർട്ടിനസിനെ പറഞ്ഞില്ല, എമി മാർട്ടിനസിന്റെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സാധനം വന്നില്ല. അർജന്റീന എന്ന് പറയുന്നൊരു ഡിഫെൻഡിങ് പ്രോപ്പറാണ്. അപ്പുറത്ത് മറ്റേ ഓസ്ട്രിയൻ്റെ ഡിഫൻസിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതി, അലാബയുടെ ഓസ്ട്രേലിയ ഡിഫൻസിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതി, അവന്മാരെ ലിറ്ററലി ത്രട്ടൻ ചെയ്യുന്ന രീതിയിലുള്ള പാസസ് കൊടുക്കുന്നു, അറ്റാക്ക് ചെയ്യുന്നു. ലിറ്ററലി മെസ്സിനെ യൂസ് ചെയ്യാം പ്രോപ്പറായിട്ട്. അതായത് ആദ്യത്തെ ഗോൾ എങ്ങനെ വന്നതെന്ന് അറിയാം. അവരുടെ മദീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെഫ്റ്റ് ബാക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നേരെ ഒരു ബോൾ ഇട്ട് കൊടുത്തു. അൽമാഡ ഇരുന്നു അടിക്കാണ്ടായിരുന്നു. അൽമാഡ എന്ത് ചെയ്തു, അടിക്കുന്ന മാതിരി ഫേക്ക് ചെയ്തിട്ട് നടയിൽ കൂടെ ആ ഒരു ബോൾ ഇട്ട് ബാക്കിൽ മെസ്സിയിലായിരുന്നു. ആ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഒരു ഷോട്ട്. അത് പിന്നെ ആസ് യൂഷ്വൽ മെസ്സി മറ്റേ 2017-18 സീസണിൽ റയൽ മാഡ്രിഡിനെതിരെ 3ാമത്തെ ഒരു ഗോൾ ബെർനാബിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. മറ്റേ മെസ്സി 10ാം ജേഴ്സിയൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു സെലിബ്രേഷനിലുള്ള ഒരു ഗോളില്ലേ, അതേപോലെ ഒരു ഗോൾ ഇവിടെ മെസ്സി അടിച്ചു. 1-0 എന്നുള്ള സ്കോറിന് അർജന്റീന മുന്നിലെത്തി. പക്ഷേ സ്റ്റിൽ ഓസ്ട്രിയക്ക് പിന്നെയും ചാൻസസ് കിട്ടുന്നുണ്ട്. പിന്നെ ഓസ്ട്രിയൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഫൈനൽ തേർഡിൽ, അതായത് നിങ്ങളുടെ ബോക്സിനകത്ത് എന്തുകൊണ്ടാണ് ബോൾ കിട്ടി കഴിഞ്ഞാൽ അത് നേരെ മെസ്സിക്ക് എടുത്ത് കൊടുക്കുന്നത്? അത്രയും ഇനി മെസ്സിൻ്റെ പൊസിഷനിങ്ങിൻ്റെ ആണോ അതോ ഇവന്മാരെ മണ്ടത്തരാണോ എന്ന് എനിക്കറിയില്ല.
ഓക്കെ, അതായത് ഇവന്മാർ എങ്ങനെ ബോൾ ക്ലിയർ ചെയ്താലും അത് മെസ്സിൻ്റെ കൈക്ക് തിരിച്ചു കിട്ടുക. അങ്ങനെയാണ് ആ രണ്ടാമത്തെ ഗോൾ വന്നത് അല്ലേ. അർജന്റീന അത് ക്രിയേറ്റ് ചെയ്ത് വന്നു ചാൻസ്. പിന്നെ അത് ഇവന്മാർ 3-4 പേരുണ്ടായിരുന്നു ഓസ്ട്രിയൻ്റെ ആൾക്കാർ ബോക്സിൽ. പക്ഷേ അതൊന്നും ഇവന്മാർ ക്ലിയർ ചെയ്യണമൊക്കെ മെസ്സിൻ്റെ കൈക്ക്. ആദ്യം അടിച്ചു, മെസ്സിൻ്റെ കൈക്ക് തിരിച്ചിട്ട് വീണ്ടും ക്ലിയർ ചെയ്തു, അത് മെസ്സിൻ്റെ കൈക്ക് തന്നെ തിരിച്ചിട്ട് വീണ്ടും ക്ലിയർ ചെയ്തു, മെസ്സിൻ്റെ കൈക്ക്. അവസാനമാണ് മെസ്സി പവർഫുൾ ആയിട്ടൊരു ഷോട്ട് അടിച്ച് അത് ഗോളായത്. അങ്ങനെയാണ് 2-0 എന്നുള്ള സ്കോറിന് മുന്നിലെത്തിയത്. ലിറ്ററലി ഓസ്ട്രിയ എന്ന് പറയുന്നത് ഫൈനൽ തേർഡിൽ വൻ ശോകം കളി. ഫൈനൽ തേർഡിലും ഡിഫെൻഡിങ് ഒരു പരിധി വരെ ഓക്കെ. ഫൈനൽ തേർഡിൽ വൻ ശോകം. അയ്യോ, സാബിച്ചർ ആയിക്കോട്ടെ, കുറച്ച് അറിയുന്ന പേരുകളൊക്കെ. പിന്നെ ഇന്റർ മിലാൻ്റെ ഒരു പ്ലെയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഒരു ശോകം, ഒരു എനർജി ഇല്ലാത്ത കളി ഫൈനൽ തേർഡിലെത്തുമ്പോൾ. ഡിഫെൻസീവ്ലി ക്രിസ്ത്യൻ റൊമേറോക്കും മാർട്ടീനസിനും അത്ര വലിയ പണിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പണിയുള്ളത് ഡീപ്പ് ബോൾ, പിന്നെ അതുപോലെ തന്നെ മിഡായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന പരേഡസ്, അതേ മെക്കാലിസ്റ്റർ, ഇവന്മാർക്കൊക്കെ പണിയുള്ളത്. ആ മിഡിൽ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു ഓസ്ട്രിയ. അത് അർജന്റീനയ്ക്ക് ഒരു ഇച്ചിരി തലവേദനയായി എന്നല്ലാതെ, പക്ഷെ അത് അവന്മാരവിടെ അപ്പുറത്ത് ത്രെട്ടനിങ് ആയിട്ടുള്ള സാധനം ചെയ്ത് അവന്മാരെ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ഹാഫിലോട്ട് തന്നെ അട്രാക്ട് ചെയ്യുന്നുണ്ട് അർജന്റീന എന്ന് പറയുന്നത്. സോ ലിറ്ററലി അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഈസി ഒപ്പോണൻസ്. ഓക്കെ, അൾജീരിയയെ പോലെ തന്നെ ഒരു ഈസി ഒപ്പോണൻസ്. പക്ഷേ അർജന്റീനക്ക് നല്ലപോലെ ലൂപ്പ് ഹോൾസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ടു ബി ഫ്രാങ്ക്, ഞാൻ പറയുന്നല്ലോ, ഞാൻ തുടക്കം പറഞ്ഞല്ലോ, ഒരു ആസ് എ അർജന്റീന ഹേറ്റർ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അർജന്റീനക്ക് നല്ലപോലെ ലൂപ്പ് ഹോൾസ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു കുറച്ച് കാലങ്ങളായിട്ടൊരു ബിഗ് മാച്ചസ് അർജന്റീന ഇതുവരെ കളിച്ചിട്ടില്ല. അതിൻ്റെതായിരിക്കും ഓസ്ട്രിയ വെൻ കമ്പയറിംഗ് ഇൻ ടു അൾജീരിയ ഒരു ഇച്ചിരി ടഫായി. അതേപോലെ മിഡ്ഫീൽഡിൽ ആ ഒരു കൺട്രോൾ വരാൻ തുടങ്ങിയ സമയത്ത് ഒരു ഇച്ചിരി ടഫായ സമയത്ത് അർജന്റീനക്ക് നല്ലപോലെ ലൂപ്പ് ഹോൾസ് വരുന്നുണ്ട്. ഇറ്റ്സ് എ ഫാക്ട്. അത് എത്രത്തോളം അർജന്റീന മറികടക്കുന്ന അറിയില്ല. ഒരു ബിഗ് മാച്ച് വരുന്ന സമയത്ത് എപ്പോൾ വേണേലും എക്സ്പോസ്ഡ് ആവും അർജന്റീന. എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി. പിന്നെ എൻ്റെ വേൾഡ് കപ്പ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് അർജന്റീനയുടെ കാര്യമുള്ളത്. പിന്നെ ഫ്രാൻസ് വേഴ്സസ് സെനഗൽ മാച്ച് ജസ്റ്റ് ഹാഫ് ടൈം ആയപ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തത് എന്ത് തണ്ടറിൻ്റെ ഇഷ്യൂ ആയതുകൊണ്ട്, ഓവർ തണ്ടർ വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഇതാക്കി. പിന്നെ ഇപ്പോൾ മാച്ച് കഴിഞ്ഞു, 3-0 എന്നുള്ള സ്കോറിന് വിജയിച്ചു. ഡംബലെ ഒരു ഗോൾ സ്കോർ ചെയ്തു, എംബാപ്പെ 2 ഗോൾ സ്കോർ ചെയ്തു. എംബാപ്പെ മെസ്സി ഗോൾ അടിച്ച് കൂട്ടി തന്നെ. ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, അങ്ങനെ അടിച്ച് കൂട്ടുണ്ട്. എവിടേക്കാണോ ഇതൊക്കെ പോണത്. പിന്നെ അതുപോലെ തന്നെ മറ്റേ നോർവേ സെനഗലിനെ 3-1 എന്നുള്ള സ്കോറിന് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാച്ച് സ്റ്റിൽ നടന്നുകൊണ്ട് 72ാമത്തെ മിനിറ്റ് ലാസ്റ്റ് നോക്കിയ സമയത്ത്. സോ അതും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അർജന്റീനയ്ക്ക് ഇനി അടുത്ത മാച്ച് ആരെ? ജോർഡാനാ തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. സോ ഓൾറെഡി ക്വാളിഫൈഡ് ആയി തോന്നുന്നു അർജന്റീന, എനിക്കറിയില്ല. ക്വാളിഫൈഡ് ആയോ? ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഒന്നും ക്വാളിഫൈഡ് ആയി എന്ന് കണ്ടിട്ടില്ല. പക്ഷേ 2 കളി 2 വിജയിച്ച് ക്വാളിഫൈഡ് ആയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നെക്സ്റ്റ് മാച്ചിലോട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അറിയില്ല എന്തായാലും. സോ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. നിങ്ങൾ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. താങ്ക് യു സോ മച്ച്.